ശ്രീ അജയ് തറയിൽ നമുക്ക് പോകേണ്ട ദേവസ്വം ബോർഡ് മുൻ അംഗമാണ് അദ്ദേഹം. ശ്രീ അജയ് തറയിൽ PS പ്രശാന്ത് ഇപ്പോൾ കസ്റ്റഡിയിലാണ്, അറസ്റ്റിലേക്ക് പോവുകയാണ്. 2025 ബോർഡിന്റെ പങ്ക് എന്താണ് മുൻ ദേവസ്വം ബോർഡ് അംഗം എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഈ കേസ് ആരംഭിക്കുമ്പോൾ തന്നെ ശ്രീ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട ഒരാളാണ് ഞാൻ. കാരണം ഇതിനു മുമ്പ് നടന്ന മുഴുവൻ കൊള്ളയുടെയും തെളിവുകൾ നശിപ്പിക്കാനും പുതുതായി കുറെ കൊള്ള ചെയ്യാനും വേണ്ടി ശ്രീ PS പ്രശാന്ത് 2 ദ്വാരപാലക ശില്പങ്ങളും അവിടെ ആരും അറിയാതെ കടത്തി. സ്പെഷ്യൽ കമ്മീഷൻ അറിയാതെ അത് മദ്രാസിലേക്ക് കൊടുത്തുവിട്ടു. അത് ഇന്റർപ്രേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ ഞങ്ങൾ അറിയാതെ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു എന്ന് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകുകയും ഹൈക്കോടതി ഉടൻ തന്നെ 3 ദിവസത്തിനുള്ളിൽ അത് കൊണ്ടുവന്ന് സ്ഥാപിക്കണമെന്ന് ഓർഡർ ഇടുകയും ചെയ്തതിന്റെ മേലാണ് തിരിച്ചു കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഈ കൊള്ളയുടെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ എന്റെ ചോദ്യം, ഈ 2025 ഇവർ ഉദ്ദേശിച്ചിരുന്നത് എന്താണ്? സമാനമായ കൊള്ളയായിരുന്നോ, അതോ നേരത്തെയുള്ള ആളുകളെ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നോ? സമാനമായ കൊള്ള മാത്രമല്ല, ഇത് ആ പീഠം തന്നെ പോയിരിക്കുകയാണ്. പീഠം ഇപ്പോൾ 3-4 പീഠമുണ്ട്. 2 പീഠം ഇപ്പോൾ ദേവസ്വം ശബരിമലയിലെ സ്ട്രോങ് റൂമിലുണ്ട്. 2 പീഠം. അപ്പോ കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങൾ തന്നെയാണോ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്? കാരണം ഈ വിജയമല്ലിയെ ഉണ്ടാക്കിയ കാലത്ത് പഴയ ദ്വാരപാലക ശില്പത്തിൽ വിജയമല്ലിയ സ്വർണം പുതുകയാണ് ചെയ്തത്. ആ ദ്വാരപാലക ശില്പം തന്നെയാണോ വീണ്ടുള്ളത്? അത് കടത്തി കൊണ്ടുപോയി മറ്റാൾക്ക് കോടാനുകോടി രൂപയ്ക്ക് വിറ്റു കഴിഞ്ഞു എന്ന അഭിപ്രായം അന്നത്തെ പ്രതിപക്ഷ നേതാവായ മുഖ്യമന്ത്രി ശ്രീ VD സതീശനുണ്ടായി. ഇത്തരം കാര്യങ്ങളൊക്കെ നിജസ്ഥിതിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അന്നേ തന്നെ ശ്രീ PS പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണമായിരുന്നു. ആ അറസ്റ്റ് ചെയ്യാതെ PS പ്രശാന്ത് പുറത്തു നിന്നുകൊണ്ട് തന്നെ ധാരാളം തെളിവുകൾ അദ്ദേഹത്തിന് നശിപ്പിക്കാനും ധാരാളം കൃത്രിമ രേഖകൾ ഉണ്ടാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവമായി ശ്രീ PS പ്രശാന്ത് ചോദ്യം ചെയ്ത് അതിൽ മാത്രമാണ് ഇതിന്റെ മുഴുവൻ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ അജയ് തറയിൽ ഒറ്റക്കാര്യം കൂടി, ഇപ്പോൾ നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നത്. ഒരു വിശ്വാസിയും, ഇനിപ്പോട്ടെ അവിശ്വാസിയാണെങ്കിൽ പോലും, ശബരിമല പോലെ പവിത്രമായ ഇത്രയധികം വിശ്വാസി സമൂഹം പ്രാർത്ഥിക്കുന്ന ഒരിടത്തെ സ്വർണം അയ്യപ്പനെ അടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം അതാരും വിശ്വസിക്കുന്നൊന്നല്ല. ഇപ്പോൾ PS പ്രശാന്ത് നേരത്തെ അങ്ങേക്കൊപ്പം കോൺഗ്രസിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ. PS പ്രശാന്ത് ഈ കള്ളന്മാർക്കൊപ്പം ചേർന്ന് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്നും കൂടി അങ്ങ് കാണുന്നുണ്ടോ? അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? അതോ ഈ പഴയ ആളുകളുടെയും പുതുതായി വന്ന ആളുകളുടെയും സമ്മർദ്ദമാണോ PS പ്രശാന്തിന് മേൽ ഉണ്ടായത്? അതോ നേരിട്ട് ഇക്കാര്യങ്ങൾ ഇടപെടുകയായിരുന്നോ? അതെ, ചന്ദനം ചാരിയാൽ ചന്ദനമണക്കും, ചാണകം ചാരിയാൽ ചാണകമണക്കും. എനിക്ക് ആ PS പ്രശാന്തിന്റെ ഈ പറഞ്ഞ വഴിപിഴച്ച പോക്കിനെ കുറിച്ച് അത് മാത്രമാണ് പറയാനുള്ളത്. ശരി, നന്ദി ശ്രീ അജയ് തറയിൽ.